എന്നാ പിന്നെ ഞാൻ എന്റെ മിസ്റ്റേക്സിനെ പറ്റി പറയാം. ചില ശ്രദ്ധകൾക്ക് നമുക്ക് നല്ല വില കൊടുക്കേണ്ടി വരും. അതിനു മുന്നേ ഇതായിരുന്നു എന്റെ ലാഷസ് വിത്തൗട്ട് ഡൂയിങ് എനിത്തിങ്. ചില കാര്യങ്ങളെ നമ്മളിങ്ങനെ അനുഭവത്തിക്കൂടെ പഠിക്കുള്ളൂ. അങ്ങനെ പഠിക്കുമ്പോഴാണ് അതിനൊരു സുഖം. എന്റെ ഫസ്റ്റ് മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ നേരില്ലാത്ത നേരത്താണ് ഞാൻ ഇത് ചെയ്യായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇൻസ്ട്രക്ഷൻസ് ഒന്നും മര്യാദയ്ക്ക് വായിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതുവരെ ശരിയാണ് കിട്ടുന്നേട്ടാ? ഇതുവരെ വളരെ ശരിയാണ്. അതെ, ഈ ഒരു സ്റ്റേജ് വരെ എല്ലാം വളരെ ശരിയായിരുന്നു. കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. നമുക്ക് തന്നിരുന്ന ഇൻസ്ട്രക്ഷനിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിഡ് സെക്ഷനിൽ മാത്രമാണ് പെർം ലോഷൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല ഞാൻ എന്താ ചെയ്തു വെച്ചേക്കണേ. ലോഷൻ ആവാത്ത സ്ഥലമൊന്നും ഇനി ബാക്കിയില്ല. ഇനി സെക്കൻഡ് സ്റ്റെപ്പും സെയിം അവരാധം തന്നെയാണ് ഞാൻ കാട്ടി വെച്ചത്. അങ്ങനെ എന്റെ മണ്ടത്തരങ്ങളൊക്കെ കഴിഞ്ഞപ്പോ പതുക്കെ സിലിക്കോൺ പാഡ് ഞാൻ കണ്ണിൽ നിന്ന് റിമൂവ്. അങ്ങനെ ലാസ്റ്റ് സ്റ്റെപ്പായ നറിഷിംഗ് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോഴും എനിക്ക് വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്തില്ല. എല്ലാം പെർഫെക്റ്റ് ഒക്കെ ആയിരുന്നു. നല്ല രസമുണ്ട് കാണാൻ, ലൈക് നല്ല പെർഫെക്റ്റ്. അതെ അതെ, ഇങ്ങനെ ഇരുന്നായിരുന്ന സാധനം കുറച്ച് കഴിഞ്ഞപ്പോ എന്താ ഇങ്ങനെയായി മാറി. ആരോ മോളിക്ക് പിടിച്ച് സ്ട്രെയിറ്റ് ചെയ്ത് വിട്ട പോലെയാണ് പീലി നിന്ന്. കണ്ണ് തുറക്കുമ്പോ പീലി പോയിട്ട് കണ്ണിന്റെ മിണ്ടേമ തട്ടായിരുന്നു. ഒരു 2 ആഴ്ചത്തേക്ക് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു. മൊത്തത്തിൽ അങ്ങോട്ട് ഫ്രസ്ട്രേറ്റഡ് ആയി. കറന്റ്ലി ഇതാണ് എന്റെ പീലിയുടെ അവസ്ഥ. ഒരെണ്ണം തെക്കോട്ടാണെങ്കിൽ ഒരെണ്ണം വടക്കോട്ട്. 8 വീക്സ് വരെയാണ് നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടുക. ഇപ്പൊ ഏകദേശം 8 വീക്സ് ആയി. അപ്പൊ ഞാൻ ഇത് കഴിയാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാണ്. തിരിഞ്ഞും വളഞ്ഞും ഒടിഞ്ഞും മടങ്ങിയൊക്കെയാണ് ഇപ്പൊ എന്റെ ലാഷസ്. ഓരോന്ന് പരീക്ഷിക്കുമ്പോഴൊക്കെ ഇൻസ്ട്രക്ഷൻസ് നന്നായി വായിച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇങ്ങനെ ഇരിക്കും. ആൻഡ് ഇറ്റ് വാസ് പെയിൻഫുൾ ടു ഗോ ഫ്രം ദിസ് ടു ദിസ്. ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.